അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇന്തോ ചൈനീസ് സൈഡ് ഡിഷായ ഗോബി മഞ്ചൂരിയനാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കൽ തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്ലവറാക്കി സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കോളിഫ്ലവർ ഇതുപോലെ എല്ലാം ചെറിയ ഫ്ലവറാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ കോളിഫ്ലവർ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടെടുക്കുക. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ആ ചൂടുവെള്ളത്തിൽ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ പുഴുക്കളും കീടങ്ങളും പിന്നെ കീടനാശിനിയൊക്കെ ഉണ്ടാവും. ചൂടുവെള്ളത്തിലിട്ട് എല്ലാം പോയി കിട്ടും. അപ്പോൾ ഈ കോളിഫ്ലവർ ഇനി ചൂടുവെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി വലിയൊരു പാത്രം എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് മൈദ, 2 ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കും. ഇതിലേക്ക് ഈ കോളിഫ്ലവർ ഇങ്ങനെ ചേർക്കുക. ബാറ്റർ വെള്ളം പറഞ്ഞ് മിക്സാക്കില്ല. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഈ ഇത് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഇതിലിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഈ കോൺഫ്ലവറും ഇതൊക്കെ കോളിഫ്ലവറും എല്ലാം പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പല്ലാതെ വേറെ ഒന്നും ചേർത്തില്ല. മസാലകൾ അതെല്ലാം നമ്മൾ സോസിലാണ് ചേർക്കുക. ഇതിലധികം ചേർത്താൽ പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കളർ ചേഞ്ചൊക്കെ വരും. അത് കാരണം ഇതിൽ മൈദയും ഉപ്പ് മാത്രം ചേർത്തുള്ളൂ. വേണമെങ്കിൽ കോഴിമുട്ട, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഇനി ഈ കോളിഫ്ലവർ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഉരുളിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിൽ മുക്കിയ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലിട്ട ഉടനെ ഇളക്കരുത്. അപ്പോൾ അതിലുള്ള നമ്മൾ കോൺഫ്ലവറും മൈദ ഒക്കെ എല്ലാം എണ്ണയിൽ അലിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോരി മാറ്റാം കോളിഫ്ലവർ. അപ്പോൾ ബാക്കിയുള്ള ഈ കോളിഫ്ലവറും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ ഫ്രൈ ചെയ്ത ചെമ്പ് തന്നെ നമ്മൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ളെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇതുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്.
ഒരു ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കഷ്ണം ചെറുതാക്കി മുറിച്ചതും പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി നമ്മൾ ചേർത്തത് ആദ്യം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ്, അതായത് ഒരു 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്താണ്, പൊടിച്ചിട്ടില്ല. പൊടിച്ചിട്ടാൽ ഇതൊന്ന് ബ്ലാക്ക് കറുത്ത കളറാവും. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പ് സ്പ്രിംഗ് ഓനിയൻ ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നു. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് വയ്ക്കുന്നുണ്ട്. അല്പമായിട്ട് വയ്ക്കണം കോൺഫ്ലവർ. ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് മിക്സാക്കാം. നമ്മളെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഒരു ബോളിലേക്ക് മാറ്റി കുറച്ച് സ്പ്രിംഗ് ഓനിയൻ മുകളിൽ തൂക്കി കൊടുക്കുക. അപ്പോൾ ഈ ഗോബി മഞ്ചൂരിയൻ നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വിളമ്പാണ്. അപ്പോൾ ഗോബി മഞ്ചൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പറാണ്. ഗോബി മഞ്ചൂരി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ എല്ലാവരും കൊണ്ട് കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.